ഹായ് ഫ്രണ്ട്, പപ്പിമോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സേവി. കുരുമുളകിന്റെ കാര്യത്തില് വേര് പിടിപ്പിച്ച് കിട്ടാനായിട്ട് പലരും പറയുന്നൊരു പ്രശ്നമാണ്. വേര് കിളിർത്ത് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മള് ബുഷ് പെപ്പറിനായിട്ട് നമ്മൾ നടുന്നത് വിജയിക്കുന്നില്ല, അതിന്റെ വേരുകൾ വരുന്നില്ല, ചീഞ്ഞു പോകുന്നത്. അപ്പൊ ഇന്നൊരു കിടിലൻ ഐഡിയയുമായിട്ട് ഞാൻ വന്നേക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എയർ ലൈനിങ് വഴി നമുക്ക് കുരുമുളകിന്റെ മുകളിൽ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. ഏത് തലകളായാലും, ഏത് വെച്ച തലകളായാലും, മുകളിലേക്ക് പോകുന്ന കയറ് തലകളായാലും, ചെന്തലകളായാലും, അതുപോലെ തന്നെ നമുക്ക് ബുഷ് പേപ്പറിന്റെ ആവശ്യമായുള്ള തലകളായാലും. അപ്പൊ ഞാൻ ഒരു മാസം മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ വേര് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് നോക്കാം. വേര് വന്നിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ 1-2 വർക്ക് ചെയ്തിട്ട് അത് വളരെ സക്സസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ആദ്യം തന്നെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വേര് വന്ന് കണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എങ്ങനെ അപ്പൊ എന്തൊക്കെയാ, ഇതൊരു മുകളിലേക്ക് കയറി പോകുന്ന ഒരു കയറുതലയാണ്. ഈ കയറുതലയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കയറുതല നമുക്ക് ഇതിനകത്ത് എയർ ലൈനിങ് വഴിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ എയർ ലൈനിങ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുമാതിരി ഒരു ബ്ലേഡിന്റെ കഷ്ണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കമ്പാണ് നമ്മൾ എയർ ലൈനിങ്ങിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കണ്ട് നമുക്ക് ചെറിയൊരു വിള്ളലുണ്ടാക്കാം. ഇതാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്, കാരണം നമുക്ക് കുറച്ചുകൂടി സൗകര്യം ഇവിടെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ബ്ലേഡ് എടുത്തതിന് ശേഷം ഈ കമ്പിന്റെ ഇതിലിങ്ങനെ ചെറിയൊരു മുറിവുണ്ടാക്കുക. മുറിവുണ്ടാക്കിയതിന് ശേഷം ഇതിനെ ഏതാണ്ട് ഒരു കുറച്ച് ദൂരം നമുക്കിങ്ങനെ ഇങ്ങനെ മുറിവ് ഏതാണ്ട് പകുതി വെച്ച് മുറിഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ മുറിയുന്ന രീതിയിൽ നമുക്കതിനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം എന്താ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതേപോലത്തെ ഏതെങ്കിലും പീസായാലും മതി. നമ്മൾ ഈ വിള്ളലിൽ നമ്മളത് ഇങ്ങനെ ജസ്റ്റ് അത് കൂടി ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി വയ്ക്കും കണ്ടോ. അപ്പോൾ ഇനി കമ്പ് നമുക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ മുറിവ് വന്നോട് കൂടിയിട്ട് എന്താണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്ക് ഇവിടെ വേര് വരാനുള്ള ആ ഒരു ഹോർമോണിന്റെ ഒരു ഇത് വരികയും അത് പതിയെ ഈ സ്ഥലത്ത് ഇത്രയും വർഷം ഇവിടെ വേര് വരികയും ചെയ്യും. അതാണ് അതിനകത്ത് സംഭവിക്കുന്ന കാര്യം. ഇത് ഞാനിവിടെ പിന്നെ എടുത്തേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് നല്ലമാതിരി നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൂഡാമോണോസോ അല്ലെങ്കിൽ ട്രൈക്കോഡ്രൈമ പോലുള്ള എന്തെങ്കിലും മറ്റു മിത്ര കുമിൾനാശിനികൾ ഇതിനകത്ത് ഒരല്പം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളകിനെ പറ്റിയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകില് ദ്രുതപാഠം പോലുള്ള കേടുകൾ സാധാരണമായിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ മോൾവശത്ത് എന്തെങ്കിലും മുറിവുണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇത് വരാതിരിക്കാനായിട്ടാണ്, ചീച്ചൽ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പേപ്പർ വയ്ക്കും. ഇനി ഇതില് റൂട്ട് ഇവിടെ വരാനായിട്ട് ഞാൻ ഇവിടെ ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറ്റാർ വാഴയില്ലേ, കറ്റാർ വാഴയുടെ ഒരു പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ പീസ് ഇതിനകത്ത് നമുക്ക് റൂട്ട് ഹോർമോണായിട്ട് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഇതിന്റെ അടിവശത്ത് ഇങ്ങനെ പൊളിച്ചതിന് ശേഷം ഇങ്ങനെ ഇതേപോലെ വെച്ചു കൊടുക്കും. അപ്പോൾ ഈ കമ്പിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയുകയാണ്, ഈ കമ്പിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെയാണ് നമ്മളിവിടെ ഒരു മുറിവുണ്ടാക്കേണ്ടത് കേട്ടോ. മുറിവുണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് മാതിരി കയറ്റി വയ്ക്കുക. അതെന്തായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിന്റെ ഇത്തിരി കട്ടികളായാലും മതി. ഇനി ശേഷം നമ്മൾ ഈ ട്രൈക്കോഡ്രാമ ചേർത്തിട്ടുള്ള ഈ കോക്കോപ്പിറ്റ്, അതായത് ചകിരിച്ചോറ് ഇതിന്റെ മുകളിൽ വെച്ച് നമ്മളിങ്ങനെ ഇതിന്റെ കമ്പിന് ചുറ്റും നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഒരുവിധം നനവുണ്ടാവണം, കാരണം ഇത് ഏതാണ്ട് ഒരു മാസത്തോളം വേണം ഇത് വളർന്ന് ഇതിന്റെ വേര് അതിനകത്ത് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമാതിരി നല്ലമാതിരി നനച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് നല്ല പോലെ ബലത്തിൽ നമുക്കിത് കെട്ടി ഉറപ്പിക്കാം. നല്ല ഒരു വിധം ടൈറ്റായിട്ട് ചെയ്യണം, കാരണം ഇതിനെങ്കിൽ വേര് അതിനോട് ഈ കൊക്കോപ്പേറ്റിനോട് ചേർന്ന് വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം നന്നായി ടൈറ്റായിട്ട് ഇത് കെട്ടി ഉറപ്പിക്കാം. ഇതേപോലെ നല്ല മുറുക്കി കെട്ടുക. പിന്നെ ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് ഒരു മാസം നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നനവ് കുറയാനുള്ള സാധ്യത വരും. കാരണം നമ്മൾ വേനൽക്കാലത്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത്
ഈ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിന്റെ നനവ് കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേരിനെ മുളച്ചു വരാനായിട്ട് വെള്ളം വേണം. അപ്പൊ വെള്ളം വേണ്ടതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നനവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ ഇതിന്റെ ഈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഈ ചകിരിച്ചോറിലേക്ക് നമ്മളിങ്ങനെ വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. അപ്പൊ ഒരു 4 ആഴ്ച സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 4 പ്രാവശ്യം നമുക്ക് അതുപോലെ നനച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നനവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ വേര് ചിലപ്പോൾ അതിലേക്ക് മുളച്ചു വരില്ല. ഇനി വേണ്ട. അപ്പൊ ഇതിപ്പോ നല്ല ഭാരമായി പോകുന്നു. അപ്പൊ തന്നെ നമ്മൾ ഒരു സപ്പോർട്ട് പോലെ നമ്മൾ മുകളിലത്തെ ഏതെങ്കിലും കമ്പിന്റെ മുകളിലേക്ക് ഇതിനെ നമുക്കൊന്ന് പിടിച്ചു കെട്ടി വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞ് ഈ കമ്പ് ഒടിഞ്ഞു പോലുള്ള സാധ്യതയുണ്ട്. അതുപോലെ കെട്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബലമായിട്ട് നിന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു സ്റ്റിക്കർ എന്തെങ്കിലും എടുത്തിട്ട് ഞാനിപ്പോൾ സാധാരണ അങ്ങനെ ചെയ്യേണ്ട. ഇത് ഞാൻ കഴിഞ്ഞ 1-ാം തീയതി ചെയ്തിട്ടുള്ളതാണ്, 1/11 ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്തേക്കണത് ഞാൻ മറ്റേ സൈഡ് പാർശ്വ കമ്പുകളിലാണ്. അതായത് നമുക്ക് ബുഷ് പേപ്പറിന്റെ ആവശ്യമുള്ള ഇതാണ് ഞാൻ ഇവിടെ ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ ഇതുപോലെ കണ്ട ഇതൊക്കെ ഞാൻ അത് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഡേറ്റ് ഒക്കെ ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് 15-ാം തീയതി. അപ്പൊ നമുക്ക് 15-ാം തീയതി ഒരു സ്റ്റിക്കർ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കാം. അപ്പൊ കറക്റ്റ് ഏതാണ്ട് ഒരു മാസത്തോളം സമയം ഇത് വേണ്ടിവരും ഇത് കിളിർത്ത് വരാനായിട്ട്. അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ കൂടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളത് ആവശ്യമില്ലാതെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് രണ്ടാമത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറെക്കുറെ കാണാൻ പറ്റും. വേരുകൾ വരാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ സൈഡിലൊക്കെ നമുക്ക് വേരുകൾ കാണാൻ പറ്റും. അപ്പൊ ഇതിനെ ഒഴിച്ചു വെക്കാം. ഈ വെള്ളം ഒഴിക്കേണ്ട കാര്യം മറക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഈ കൊക്കോ പിന്നത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് വേണ്ടിവരും ഇത് വളർന്ന് അതിന്റെ വേരുകൾ ഇതിനകത്ത് വളർന്ന് വരാനായിട്ട്. വേരുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പ് നമുക്ക് പതിയെ ഇതിനകത്ത് നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. അപ്പൊ വേർപ്പെടുത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വേർപ്പെടുത്തിയെടുക്കരുത്. അപ്പൊ ഈ കമ്പ് നമ്മൾ വേർപ്പെടുത്തിയെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ വെച്ച് ആദ്യം ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കി വെക്കുക, ഒരു പകുതി വശം മുറിച്ച് വെക്കുക. അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് അവിടുന്ന് മുറിച്ച് മാറ്റിയെടുക്കുക. അപ്പൊ ഒറ്റയടിക്ക് നമ്മൾ ചെത്തിയെടുക്കരുത്. അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേരുകൾ ഉണങ്ങാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു പകുതി ചെത്തി വയ്ക്കുക. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ മുഴുവനായിട്ടും നമുക്ക് ചെത്തി മാറ്റാം. ഇതാണ് ഈ ചെയ്യുന്ന മറ്റേ എയർ ലെയറിങ് ചെയ്യുന്നതിന്റെ രീതി. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ്, സ്റ്റെറിലൈസ് ചെയ്തുള്ള പുതിയ ബ്ലേഡോട് ഉപയോഗിക്കുക. കാരണം ഈ കുരുമുളകിനെ സംബന്ധിച്ച് ചീച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പ് മുറിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കമ്പ് പകുതിയോളം മുറിക്കണം കേട്ടോ. ഈ ഇതിന്റെ തണ്ട് പകുതിയോളം മുറിച്ചതിന് ശേഷം അങ്ങനെ ചെത്തിയുടെ മുകളിലേക്ക് എടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് കയറ്റി വെക്കുക. അത് വീണ്ടും ചേർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് ഏത് തലകളും നമുക്ക് ചെയ്യാം. ഇതിപ്പോ ചെയ്തേക്കണത് ഇനിയിപ്പോ കേറുതല വേണമെന്നുണ്ടെങ്കിൽ കേറുതല ചെയ്യാം. ഇനിമാതിരി തന്നെ ചെന്തല നമ്മൾ സൈഡിൽ നിന്ന് തന്നെ ചെന്തലയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 100% വിജയിക്കും. ഇതിൽ ചെയ്താലും നമുക്ക് വിജയിക്കും. അപ്പൊ നമുക്ക് റൂട്ട് ഹോർമോണായിട്ട് ഒന്നല്ലെങ്കിൽ കറ്റാർവാഴ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൂട്ട് ഹോർമോൺ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാം. അപ്പൊ ഈ ഇങ്ങനെ ചെയ്ത് നോക്കുക, നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, നല്ല വിജയമായിരിക്കും. കാരണം ഈ ബുഷ് പേപ്പറൊക്കെ ചെയ്യുമ്പോൾ പലരും പറയുന്നൊരു കാര്യങ്ങളൊന്നാണ് വേര് പിടിച്ച് കിട്ടുന്നില്ല, എന്ത് റൂട്ട് ഹോർമോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ. അപ്പൊ ഇത്തരം രീതിയിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട്, അതായത് വേര് പിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ആക്കി വെക്കുന്നതോട് കൂടിയിട്ട് ഈ തണ്ടിനകത്തൊരു റൂട്ട് മറ്റേ ഹോർമോൺ അവിടെ ഡെവലപ്പ് ചെയ്യുകയും അവിടെ റൂട്ട് വരാനുള്ള അതിനുള്ള ആ ടെൻഡൻസി കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 90% വരെ നിങ്ങൾക്ക് റൂട്ട് ഡെവലപ്പ് ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായിട്ട് കിടിലൻ ഐഡിയാസുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.